നമസ്കാരം. ഒരു വാഹനം കയറ്റത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്കത് മുൻപോട്ടേക്ക് എടുക്കാൻ വേണ്ടി കഴിയണം. സാധാരണ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപോട്ടേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഇങ്ങനെ പുറകിലോട്ട് വരും. ഇത് പേടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാത്ത ആളുകളുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ചിൽ വണ്ടി നിർത്തി മുന്നോട്ടേക്ക് എടുക്കണം. ഇനി അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ടും എടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നതെന്ന് വിചാരിക്കാം. ആ സമയത്ത് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യുക? ഹിൽ അസിസ്റ്റ് അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. നമുക്ക് കറക്റ്റായിട്ട് വാഹനം മുമ്പോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒട്ടും പുറകിലേക്ക് വരില്ല കയറ്റത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി. അപ്പോൾ സാധാരണ പ്രോബ്ലം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽ അസിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വണ്ടി കയറ്റത്തിൽ നിർത്തി പിന്നീട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ കഴിയില്ല. അപ്പം തന്നെ വണ്ടി ബാക്കിലേക്ക് വരും. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ കൊടുത്താലല്ലേ വണ്ടി മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കാലെടുക്കാൻ വേണ്ടി കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇനി വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പേരിൽ ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം കേരളത്തിലുടനീളം നടത്തുന്നുണ്ട്. കേരളത്തിന് പുറത്തും ചെയ്യുന്നുണ്ട്. ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കഴിയും. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കയറ്റത്തിൽ വാഹനം നിർത്തിയെടുക്കുന്നത് നിങ്ങൾ നോക്കുക. ഹിൽ അസിസ്റ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഹിൽ ഹോൾഡ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതാണ് നിങ്ങൾക്ക് ഈസി നോക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് കാല് വെക്കുന്ന രീതിയാണ്. ഞാനിപ്പോൾ ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട്. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് പതിയാണ് കാലെടുക്കുന്നുണ്ടെങ്കിൽ വണ്ടി ബാക്കോട്ടേക്ക് പോവും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാലെടുക്കുക. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശീലിക്കണം. പല ആളുകളും ചെയ്യുന്ന വെച്ചാൽ പതിയെ കാലെടുക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പെട്ടെന്ന് കാലെടുക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക. അതാണ് നമ്മൾ ആദ്യ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ ആ കാല് ആക്സിലറേറ്ററിലേക്ക് വെക്കണം. എങ്ങനെ വെക്കണം? ഉപ്പൂറ്റി ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫ്രണ്ട് മാത്രം, കാലിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഇതേപോലെ ആക്സിലറേറ്ററിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. കാലിൻ്റെ ഉപ്പൂറ്റി കുത്തി വെച്ചിരിക്കണം, ഫ്ലോറിൽ ഉണ്ടായിരിക്കണം. കാലിത് ഇതേപോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീക്കാൻ പറ്റണം. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹില്ലിൽ നിർത്തിയ വണ്ടി, അതായത് ഒരു കയറ്റത്തിൽ നിർത്തിയ വണ്ടി വളരെ ഈസി ആയിട്ട് മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതാണ് ഒരു മെത്തേഡ്. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആക്സിലറേറ്റർ ചവിട്ടുന്ന സമയത്ത് മെല്ലെ ചവിട്ടണം, അധികം ശക്തിയിൽ ചവിട്ടരുത്. അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് എടുക്കുന്നൊരു രീതിയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം, ബ്രേക്ക് ചവിട്ടി പിടിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക. ഇതേപോലെ വലിച്ചു വെക്കുക, മുകളിലേക്ക് വലിച്ച് എൻഗേജ്ഡ് ആക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാനാണ് പോകുന്നത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് എന്ത് ചെയ്യണം? നേരെ ആക്സിലറേറ്ററിലേക്ക് ചവിട്ടുക. ആക്സിലറേറ്ററിലേക്ക് ചവിട്ടുന്ന സമയത്ത് പതിയെ ആയിരിക്കണം ചവിട്ടേണ്ടത്. ഒരുപാട് പ്രഷറിൽ ചവിട്ടരുത്. പതിയെ ആക്സിലറേറ്റർ ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ് വേണ്ടത്. ആക്സിലറേറ്റർ ചവിട്ടിക്കൊണ്ട് ഇതേപോലെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കൂളായിട്ട് മുൻപോട്ടേക്ക് തന്നെ പോകുന്നത് കാണാം. ഒട്ടും വണ്ടി ബാക്കിലേക്ക് വരില്ല. ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കയറ്റത്തിൽ നിർത്തിയിരിക്കുന്ന വണ്ടി മുൻപോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പേടി മാറാത്തവരുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കൂ. നിങ്ങളുടെ പേടിയൊക്കെ മാറ്റൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.